സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ വിഷു ഒക്കെ? ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ട് വിഷു ഒക്കെ ആഘോഷിച്ചു, പടക്കം പൊട്ടിച്ചു ഇഷ്ടംപോലെ. പിന്നെ വിഷു സദ്യ കഴിച്ചു, വിഷു കണി കണ്ടു, വിഷു കൈനീട്ടം കിട്ടി. അങ്ങനെ വിഷുവായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഇത്. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. തീരും ചെല്ലടാ. പൊക്ക മാത്രമേ ഉള്ളൂ. വിഷുവിൻ്റെ തലേന്ന് രാത്രിയത്തെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അത്യാവശ്യം വേണ്ട പടക്കങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 പേര്, നാത്തൂൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ അച്ഛനുള്ളത് കാരണം ഞങ്ങൾ അവർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം വെളുപ്പിന് ഒരു 4-4:30 എഴുന്നേറ്റ് കണിയൊക്കെ ഒരുക്കി കണിയെല്ലാം കണ്ട് അടുത്ത ട്രിപ്പ് പടക്കം പൊട്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അച്ചു കുഞ്ഞാറ്റ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ. മനുവേട്ടൻ റോട്ടിലിട്ടിട്ടാണ് കേട്ടോ പടക്കം കൂടുതലും പൊട്ടിച്ചത്. ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായതുകൊണ്ട് ഫുൾ ടൈം അവരുടെ കൂടെ നിൽക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. എന്നാലും ഇടയ്ക്ക് ഓടി പിടിച്ച് വന്നിട്ട് 2 പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് ഞാനും കയറിപ്പോയി. അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന കാര്യം ഒരു വഴിക്കാവും. അതെ, ഇന്ന് കിട്ടുമോ ചോറ്? ഇങ്ങനെ പോയാൽ കിട്ടും. വിശക്കാൻ തുടങ്ങി. വിശക്കാൻ തുടങ്ങിയില്ലേ? വെള്ളായി, പപ്പടം കൂടെ ആയ വിഷു സദ്യ റെഡി. ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു വിഷു സദ്യ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട കറികളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മമ്മയും എൻ്റെ അമ്മയുടെ അമ്മയും നാത്തൂൻ്റെ മോളും ഉണ്ടായിരുന്നത് കാരണം അവരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഫുഡൊക്കെ അടിപൊളിയാക്കി വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അച്ചാറ്, പച്ചടി, ഓലൻ, പിന്നെ എന്നതായിരുന്നു ഇഞ്ചി, പിന്നെ തോരൻ, മെഴുക്കുവരട്ടി എന്ന് പറയും. കാരണം ഇവിടെ തോരൻ വെച്ച് അധികാരം കഴിക്കാറില്ല. മെഴുക്കുവരട്ടിയാണെങ്കിൽ കഴിക്കും. പിന്നെ അവിയലുണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, പഴം, പപ്പടം, പായസം, ഇത്രയായിരുന്നു. പിന്നെ സാമ്പാറും. അങ്ങനെ വളരെ ഗംഭീരമായ ഒരു സദ്യയൊക്കെ കഴിച്ചു എല്ലാവരും കൂടെ ഇരുന്നിട്ട്. അമ്മമ്മയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അമ്മമ്മ വയനാട്ടിൽ നിന്ന് വന്നതാണ് ഞങ്ങളുടെ കൂടെ വിഷു ആഘോഷിക്കാനും. എന്താ പറയുക, അച്ഛന് വെക്കേഷൻ ആയതുകൊണ്ട് അവൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിള്ളേർക്ക് 2 പേർക്ക് സേമിയ പായസമാണ് ഇഷ്ടം, അതുകൊണ്ട് അതാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ ആളുണ്ടല്ലോ ടോബി, അവനും കൂടെ ഞങ്ങൾ കുറച്ച് പായസം കൊടുത്തു കേട്ടോ. അവനങ്ങനെ അധികം മധുരം ഒന്നും കൊടുക്കാറില്ല ഞങ്ങൾ. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഓണം വിഷു ഒക്കെ വരുമ്പോൾ പായസം കൊടുക്കാറുണ്ട്. അവന് ഭയങ്കര ഇഷ്ടം മധുരമുള്ള, പക്ഷെ നമ്മളങ്ങനെ ഒത്തിരി കൊടുക്കാറില്ല. അവസാനം അവനും പായസം കുടിച്ചു. ലാസ്റ്റ് ഞങ്ങൾ പോയി എല്ലാവരും കൂടെ ഒരു ഫിലിമൊക്കെ കണ്ട് സെറ്റായിട്ട് റെസ്റ്റ് എടുത്ത് നല്ല സുഖമായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ.